കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ, അതായത് രാജഭരണ കാലത്ത് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. 1937 തിരുവിതാംകൂറിൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ചാൻസലറും ദിവാനായ CP രാമസ്വാമി അയ്യർ വൈസ് ചാൻസലറുമായിട്ട് തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചതോടു കൂടിയിട്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് ശരിയായ ഒരു അടിസ്ഥാനമുണ്ടായതെന്ന് പറയാം. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, വിമൻസ് കോളേജ്, ചങ്ങനാശ്ശേരി സെൻറ്റ് ബർഗ്മാൻ കോളേജ്, കോട്ടയം CMS കോളേജ്, ആലുവ UC കോളേജ്, മലബാറിലെ തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിങ്ങനെ വിരലിലെണ്ണാവുന്ന കോളേജുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവയൊക്കെ തന്നെ മദ്രാസി സർവകലാശാലയുടെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടതോടുകൂടിയിട്ട് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയായി മാറി. ക്രമേണ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചു. അതിലേറെയും സ്വകാര്യ മേഖലകളിലായിരുന്നു കൂടുതൽ. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിലേക്ക് കേരളം കടന്നു വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. കേരളത്തിൽ കോളേജുകളുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് പുതിയ സർവകലാശാലകൾ രൂപം കൊണ്ടു തുടങ്ങി. നിലവിൽ കേരളത്തിൽ 7 സർവകലാശാലകളാണുള്ളത്. 1937 നിലവിൽ വന്ന കേരള സർവകലാശാല, 1968 നിലവിൽ വന്ന കോഴിക്കോട് സർവകലാശാല, 1971 നിലവിൽ വന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, അതേ വർഷം തന്നെ നിലവിൽ വന്ന കാർഷിക സർവകലാശാല, 1983 നിലവിൽ വന്ന മഹാത്മാഗാന്ധി സർവകലാശാല, പിന്നീട് 1995 നിലവിൽ വന്ന ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല, അതേ വർഷം തന്നെ നിലവിൽ വന്ന കണ്ണൂർ സർവകലാശാല. ഇവയൊക്കെയാണ് നേരത്തെ പറഞ്ഞ 7 സർവകലാശാലകൾ.